ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലച്ചോടിനടുത്തുള്ള ആൻ്റപുരത്താണ്. ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ചേലച്ചോട് പള്ളിയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയിലൂടെ വേണം നമ്മളിങ്ങോട്ട് പോരാൻ. ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻ്റപുരത്ത് വരാം. ഇവിടെ നമ്മൾ ഈ താഴേക്ക് കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ ചേലച്ചോട് വഴി നമുക്ക് എറണാകുളത്തേക്കൊക്കെ പോകാൻ പറ്റും. ചേലച്ചോട്, കീരിത്തോട് തുടങ്ങിയ വഴി കൂടെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മൾ മുരിക്കാശ്ശേരി, തോപ്രാംകുടി അതുവഴി മൂന്നാറിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുമേ. അതുപോലെ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുരിക്കാശ്ശേരി, കട്ടപ്പനയ്ക്കൊക്കെ പോകാൻ പറ്റും. നമ്മൾ മുരിക്കാശ്ശേരിക്ക് പോകുന്നത് ആൻ്റപുരം വഴി കയറി മുരിക്കാശ്ശേരിക്കാണ് പോകുന്നത്, 16 കണ്ടമൊക്കെ കയറി. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം നല്ല കൃഷി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ കൊക്കോയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് കാണുന്ന വഴിയിലൂടെ നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞു വേണം മുരിക്കാശ്ശേരിക്ക് പോകാൻ വേണ്ടിയിട്ട്. വലത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ പാണ്ടിപ്പാറയ്ക്ക് പോലെ വിമലേരി പാണ്ടിപ്പാറ ഇതാണ് 16 കൊണ്ട് ഉപ്പോടെ പ്രധാനമുണ്ട്. റബ്ബറുണ്ട്, കൊക്കോയുണ്ട്, ജാതിക്കുണ്ട്. അതിന് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല കാലാവസ്ഥ ഇതിനെ പോകും, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഏലമൊക്കെ വെയിൽ കാരണം തോന്നുന്നു നല്ല പോലെ മൂടിയാണ് വൃത്തിയാക്കുന്നത്. മുഴുവൻ ഗ്രീനെറ്റ് വലിച്ച് തട്ടിയാക്കുക. നല്ല വെയിൽ കാരണം രക്ഷപ്പെടാൻ, ഏലം രക്ഷപ്പെടാൻ ഇതൊക്കെ വഴിയുള്ളൂ. പിന്നെ ഇവിടുത്തെ കർഷകരൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നും അവർ മടി പിടിച്ചിരിക്കും. ചെറിയൊരു വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട്. വെയിറ്റ് ഷെഡല്ല, പാല വെക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് തോന്നുന്നു. എന്തായാലും ഈ വെയിലത്ത് വരുന്നവർക്ക് ഇതൊരു ഭയങ്കര ആശ്വാസമാണ്. രാവിലൊക്കെ നല്ലപോലെ ചക്കയൊക്കെ ആയിട്ടോ. ചക്ക ഇരിക്കാം കുറച്ചു കാലം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴേക്കും വേണം നമുക്ക് 16 കണ്ടത്തേക്ക് പോകുന്നത്. അപ്പുറത്തേക്ക് പോയി നമ്മൾ പ്രകാശിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു, അറിയത്തില്ല. എല്ലാം നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഇവിടെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്ഥലമൊക്കെ കാണാം. കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. കാലാവസ്ഥയതെ നിൽക്കാനൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടവും തോന്നും, ഇങ്ങനത്തെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ആ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം നല്ല തണുപ്പ്. അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ല വെയിലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇത് യാത്ര ചെയ്യാൻ നല്ല സുഖം കേട്ടോ. ഇതിലേക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പോകണം, എന്നാലും അതിൻ്റെ ഒരു സുഖം അറിയത്തില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ചർലങ്കാനം കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ചർലങ്കാനം ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെയൊക്കെ നോക്കാം, ബസ്സിൻ്റെയൊക്കെ സമയം ഇവിടുത്തെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ കട്ടപ്പനയ്ക്കും തോപ്രാംകുടിക്കും ഒക്കെ പോകുന്ന ബസ്സിൻ്റെയൊക്കെ സമയം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ അത് അടച്ചേക്കുക, വൈകിട്ടേ കച്ചവടം ഉള്ളതെന്ന് തോന്നുന്നു. ഏജ സ്റ്റോഴ്സ് എന്നാണ് കടയുടെ പേര്.
അവിടെ ഒരു കെട്ടിടമൊക്കെ പണിയുന്നുണ്ട്. കുറേ ഭായിമാരാന്ന് തോന്നുന്നു അവിടെ നിന്ന് പണിയുന്നുണ്ട്. അതിൽ അവരുടെ അടുത്തും കയറാൻ നമുക്ക് സമയമില്ല. നമുക്ക് പോകേണ്ട മുരിക്കാശ്ശേരിക്കാണ്. ഇവിടെ ഒരു കൊക്കത്തോട്ടമാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കാരണം ഇപ്പോൾ കൊക്കോയ്ക്ക് വില കുറവാണെങ്കിലും കൊക്കോയിലൊക്കെ അത്യാവശ്യം കൊക്കോയ മരത്തിലൊക്കെ അത്യാവശ്യം കൊക്കോയൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 1300 വന്നതാണ്. ഇപ്രാവശ്യം വില തീർത്തും കുറഞ്ഞു. എന്തായാലും കൊക്കോ കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. പതിനാറാം കണ്ടത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് 16ാം കണ്ടത്തെ സ്കൂള്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 16ാം കണ്ടം, രാജമുടി PO ഇടുക്കി. നല്ല രസമുണ്ട് കേട്ടോ സ്കൂളിൻ്റെ പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചുറ്റും മരവും സംഭവമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമ്മളതിൽ അകത്തോട്ട് കയറുന്നില്ല. പിന്നെ സ്കൂളിൽ അതിക്രമിച്ച് കയറിയെന്നുള്ള ഇത് വേണ്ടല്ലോ, നമുക്ക് പുറന്ന് വീഡിയോ ഒക്കെ പിടിച്ച് പോകാം. ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ഇപ്പം കൂടി മേലച്ചിനാർ നമ്മൾ നേരെ പോകണം. ഇവിടെ നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുരിക്കാശ്ശേരിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മുരിക്കാശ്ശേരിക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇടത്തേക്ക് തിരിഞ്ഞ് മുരിക്കാശ്ശേരിക്ക് പോകാം. ഇതാണ് 16ാം കണ്ടം ടൗണ്. ഇവിടെ നമ്മൾ മുരിക്കാശ്ശേരിക്ക് ഇനി പോവുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി പോകുന്ന അത്യാവശ്യമൊന്നുമില്ല, ഒരുമാതിരി വലിയ ഇറക്കവും വലിയ വളവുമാണ്. ഇതുവഴി ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവരൊക്കെ വഴി കണ്ട് അടിച്ചു വിട്ട് വരും. പക്ഷേ അത് ഇതുപോലെ അപകടങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ. അതൊക്കെ നല്ല അത്യാവശ്യം വലിയ വളമൊക്കെയാണ്. ഉണ്ടോ ഈ വളവിക്കുളമൊക്കെ വേണം നമുക്ക് പോരാൻ വേണ്ടിയിട്ട്. നല്ല ഇറക്കമുണ്ട്. ഈ ഭാഗത്തെല്ലാം കൊക്കോ കൃഷിയാണ്. കൊക്കോയ്ക്ക് പേര് കേട്ട നാടാണ് ഈ മുരിക്കാശ്ശേരി, 16ാം കണ്ടം, തോപ്രാംകുടി. ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊക്കോ. പിന്നെ ഒരു കാർഷിക ഗ്രാമമുണ്ട്. അതിൻ്റെ പേര് ചിന്നാന്ന് അതായത് പുറത്തുമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുറത്ത് കഴിയുമ്പോൾ പറയാമേ. നമ്മൾ തിരിയുന്നുണ്ട്. വലത്തേക്ക് ചേർത്തോടെ നേരെ മുരിക്കാശ്ശേരി നമ്മളിത് കഴിയുമ്പോൾ നേരെയാണ് പോകുന്നത്. നമ്മൾ മുരിക്കാശ്ശേരിയിലേക്ക് അടുക്കുവാണ്. അപ്പോൾ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷന് കീഴെ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുരിക്കാശ്ശേരി പള്ളിയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഉണ്ടായതുകൊണ്ട് തോന്നുന്നു ഇവിടെ വലിയ തിരക്കൊന്നുമില്ല മുരിക്കാശ്ശേരിയിൽ. മുരിക്കാശ്ശേരി അമ്പലം.
കാർഷിക ഗ്രാമമാണ്. തേക്കനത്തിലേക്ക് പോകാം. നമ്മളിവിടെ മുരിക്കാശ്ശേരി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് ഇതാണ് തേക്കനത്തിന് പോകുന്ന വഴിക്കാണ് മുരിക്കാശ്ശേരിയിലെ സ്കൂള്. നമ്മൾ അകത്തോട്ടൊന്നും കയറുന്നില്ല, പുറത്തുനിന്ന് പള്ളിയൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല രസമാണ് നോക്കിയ പള്ളി. അപ്പോൾ മുരിക്കാശ്ശേരി ടൗണിലേക്കാണ് നമ്മൾ കയറിയേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മുരിക്കാശ്ശേരി ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. ഇവിടെ നമ്മൾ മുമ്പേ തിരിഞ്ഞു കയറുമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് വഴി പോകും. പാവനാത്മ കോളേജ്.